ഹായ് ഓൾ, വെൽക്കം ബാക്ക്. CA CSS സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 2021 വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു മന്താണ്. ബിക്കോസ് CAയുടെയും CMAയുടെയും ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷൻസും CSൻ്റെ എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ ലെവൽ എക്സാമിനേഷൻസും നടക്കുന്നത് ഡിസംബർ 2021 ഈ 3 കോഴ്സിനും വളരെ കോറായിട്ടുള്ളൊരു പേപ്പറാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ എക്സാമിന് 15 മാർക്ക് വരുന്നത് ഇൻകം ടാക്സിൻ്റെ അമെൻമെൻറ്റ്സിൽ നിന്നാണ്. ആ അമെൻമെൻറ്റ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിനാൻസ് ആക്ട് 2020 അതാണ് ഈ എക്സാമിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻസ് ആക്ട്. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ഇയർ 2021-22 അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫിനാൻസ് ആക്ട് 2020 ആണ്. CAയും CSും കഴിഞ്ഞ ഓഗസ്റ്റ് 2021 ഒരു എക്സാം കണ്ടക്ട് ചെയ്തതാണ്. സോ ആ എക്സാമിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് തന്നെയാണ് ഈ എക്സാമിനും അപ്ലിക്കബിൾ ആവുന്നത്. എന്നാൽ CMAയെ സംബന്ധിച്ചിടത്തോളം CMA ഈ അസസ്മെൻറ്റ് ഇയറിൽ ഒറ്റ എക്സാം പോലും കണ്ടക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ CMA സ്റ്റുഡൻസിന് ഈ അമെൻമെൻറ്റ്സ് ഒക്കെ വളരെ റെലവൻ്റ് ആണ്. കഴിഞ്ഞ ജൂണിൽ എക്സാം ഡിസംബറിലേക്ക് മർജ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഈ ഫിനാൻസ് ആക്ട് 2020 അപ്ലിക്കബിൾ ആയിട്ടുള്ള ആദ്യത്തെ എക്സാമാണ് CMA സ്റ്റുഡൻസ് ഡിസംബർ 2021 എഴുതാൻ പോകുന്നത്. ഫിനാൻസ് ആക്ട് 2020 വളരെ വൈഡർ ആയിട്ടുള്ളൊരു ഫിനാൻസ് ആക്ട് ആണ്. അഥവാ ഒരുപാട് പ്രൊവിഷൻസിൽ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരിക്കും, മേ ബി 2 പാർട്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിൻസ് എക്സ്പ്ലെയിൻ. ഞാൻ ഈ അമെൻമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ ഹെഡ് വൈസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ്, പിന്നെ സാലറി, പിന്നെ ഹൗസ് പ്രോപ്പർട്ടിയിൽ കാര്യമായിട്ട് അമെൻമെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല, പിന്നെ PGBP, പിന്നെ ക്യാപിറ്റൽ ഗെയിന്, പിന്നെ അതർ TDS, TCS, ഡിഡക്ഷൻസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇതിൽ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റിനും ഫൈനലിനും ബാധകമായിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ്. ഫൈനലിന് എല്ലാ അമെൻമെൻറ്റ്സും ബാധകമാണ്. സോ ഫൈനൽ സ്റ്റുഡൻസ് ഇത് ഫുള്ളായിട്ടും കാണണം. ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിനുള്ളതാണ് ഫസ്റ്റ് മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അതൊരു പോർഷൻ വരെ ഉണ്ട്, അതുവരെ കണ്ടാൽ മതി. സോ ഫസ്റ്റ് അമെൻമെൻറ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ 6 ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിംഗ് ഇൻ ഇന്ത്യ. ഈ ഒരു പോയിന്റിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ കാര്യമായ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അമെൻമെൻറ്റ് നോക്കുന്നതിന് മുന്നേയുള്ള പ്രൊവിഷൻ എന്തായിരുന്നെന്ന് നമുക്ക് ആദ്യം നോക്കാം. An individual becomes resident in India if he satisfies any of the following 2 basic conditions given by section 6 subsection 1. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരാൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിൻ്റെ മുന്നത്തെ 4 പ്രീവിയസ് ഇയറിൽ 365 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കുക ചെയ്താൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കും. ഇനി രണ്ടാമത് പറഞ്ഞ 60 ഡേയ്സ് എന്ന കണ്ടീഷനിൽ 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് ആവും കുറച്ച് പേഴ്സൺസിന് മാത്രം. ആരൊക്കെയാണ് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ ലീവിങ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് ഓർ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ദി ഇന്ത്യൻ ഷിപ്പ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ അയാൾ ഇന്ത്യയിൽ നിന്നും എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് പോവുകയോ ചെയ്താൽ ഈ 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ. ഒരു ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിനോ ഇന്ത്യയിൽ ഒരു വിസിറ്റ് നടത്തിയാലും 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് ആണ് വരിക. ഈ രണ്ടാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ, ഈ പോയിന്റിലാണ് അമെൻമെൻറ്റ് കാര്യമായി വന്നിട്ടുള്ളത്. സോ അമെൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. Explanation 1B to section 6 subsection 1. The period of 182 days in the explanation 1B to section 6 subsection 1. That means ഈ 182 days ഏതാണ്? ഈ 182 days ആണ്. For an Indian citizen or a person of Indian origin who visit India in the previous year has been reduced to 120 days. ഈ 182 days 120 days ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആർക്ക്? ഈ പേഴ്സൺസിന്. ബട്ട് ഇത് മാത്രമല്ല, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. പുതിയൊരു സബ് ക്ലോസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് 6 subsection 6-ന്. ദീസ് 2 അമെൻമെൻറ്റ്സ് പ്രൊവൈഡ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഷാൾ ബി ഡീംഡ് ടു ബി റെസിഡൻറ്റ്. അയാൾ റെസിഡൻ്റ് ആയിട്ട് ഡീം ചെയ്യും, ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ റെസിഡൻ്റ് ആയിരിക്കും, ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. നമ്മൾ സെക്കൻഡറി കണ്ടീഷൻ നോക്കിയിട്ടാണ് ഒരു റെസിഡൻ്റ് ആയ പേഴ്സൺ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ കേസിൽ ഇയാൾ റെസിഡൻ്റ് ആയിട്ട് ഡീം ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. സോ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ഇൻ ഇന്ത്യ if he satisfies the following 4 conditions. താഴെ പറഞ്ഞിട്ടുള്ള 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് അയാൾ റെസിഡൻ്റ് ആയിട്ട് ഡീം ചെയ്യുക. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അയാൾ എന്തെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഹിസ് ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് എക്സീഡ്സ് ₹15 lakhs ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അയാളുടെ ഇന്ത്യൻ ഇൻകം, ദാറ്റ് ഈസ് അതർ ദാൻ ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ്, ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് കൂടുതലായിരിക്കണം. ഈ കണ്ടീഷൻസൊക്കെ ക്യൂമുലേറ്റീവ് കണ്ടീഷൻസ് ആണ്, അഥവാ ആൻഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ അമെൻമെൻറ്റ്സ് ഒക്കെ അപ്ലിക്കബിൾ ആവുള്ളൂ. സോ നെക്സ്റ്റ് കണ്ടീഷൻ, ഹി കംസ് ഇൻ ഇന്ത്യ ഓൺ എ വിസിറ്റ് ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അയാൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ വിസിറ്റ് നടത്തിയിരിക്കണം. ആൻഡ് ഈസ് ഇൻ ഇന്ത്യ ഫോർ 120 days ഓർ മോർ ബട്ട് ലെസ് ദാൻ 182 days. മോർ ദാൻ 182 days ആയ പിന്നെ അയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയി. സോ മോർ ദാൻ 120 days ആയിരിക്കണം, ബട്ട് എത്ര കാട്ടി കൂടാൻ പാടില്ല, 182 days കൂടാൻ പാടില്ല. ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ, ദാറ്റ് മീൻസ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും ആൻഡ് 365 days ഓർ മോർ ഡ്യൂറിങ് 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ആ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ 4 പ്രീവിയസ് ഇയറിൽ 365 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ട് ഡീം ചെയ്യും. നമുക്കിത് സിമ്പിളായിട്ട് ഒരു ചാർട്ടിലൂടെ നോക്കാം. ഒരു ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു കംസ് ഓൺ വിസിറ്റ് ഇന്ത്യ. ഈ പോയിന്റിലാണ് എന്ത് വന്നിട്ടുള്ളത്, മെയിനായിട്ട് അമെൻമെൻറ്റ്സ് വന്നിട്ടുള്ളത്. സോ ആ ഒരു പേഴ്സൻ്റെ ഇന്ത്യൻ ഇൻകം മോർ ദാൻ 15 lakhs ആണോ? ആണെങ്കിൽ യെസ്, അയാൾ റെസിഡൻ്റ് ആവും. അപ്പോൾ 182 days ഇൻ ദ പ്രീവിയസ് ഇയറിൽ ഒന്നുകിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം, അപ്പോൾ അയാൾ റെസിഡൻ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അമെൻമെൻറ്റ് വന്നത് 120 days ഇൻ ദ പ്രീവിയസ് ഇയർ പ്ലസ് 365 days ഇൻ ദ ലാസ്റ്റ് 4 years. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 120 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കും, അതിന് മുമ്പത്തെ 4 പ്രീവിയസ് ഇയറിൽ 365 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കും ചെയ്താൽ അയാൾ റെസിഡൻ്റ് ആയിരിക്കും. എങ്ങനത്തെ റെസിഡൻ്റ് ആവും? ആൾവേഴ്സ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ എപ്പോൾ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും. ഇനി ഒരാൾ ഇന്ത്യൻ ഇൻകം മോർ ദാൻ 15 lakhs ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ അയാൾ റെസിഡൻ്റ് ആവും. എപ്പോൾ? ഓൺലി ഇഫ് ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ മോർ ദാൻ 182 days. അയാൾ ഇന്ത്യയിൽ 182 days ഓർ മോർ സ്റ്റേ ചെയ്താൽ മാത്രമേ അയാൾ റെസിഡൻ്റ് ആവുള്ളൂ. അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആണ്, നോട്ട് ഓർഡിനറി ആണ് നോക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, ദാറ്റ് മീൻസ് സെക്കൻഡറി കണ്ടീഷൻസ് എന്തായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് അമെൻമെൻറ്റ്. ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. ഡീംഡ് ടു ബി റെസിഡൻറ്റ്, സെക്ഷൻ 6 subsection 1. പുതിയൊരു ഇൻസേർഷനാണ്, ഒരു സബ്സെക്ഷൻ 1 പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തു. ആൻ ഇന്ത്യൻ സിറ്റിസൺ ഷാൽ ബി ഡീംഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ഇഫ് ഇൻ ദാറ്റ് ഇയർ ഹി ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി ഓർ ടെറിട്ടറി ബൈ റീസൺ ഓഫ് ഹിസ് ഡൊമിസൈൽ ഓർ റെസിഡൻസ് ഓർ എനി അതർ ക്രൈറ്റീരിയ ഓഫ് സിമിലർ നാച്ചർ. ആൻഡ് അനദർ ക്ലോസ് ഡി, സബ്സെക്ഷൻ 6 തന്നെ ഒരു ക്ലോസ് ഡി വന്നിട്ടുണ്ട്. provides that in such a case the individual would be resident but not ordinarily resident. ഒരു പേഴ്സൺ, ആ പേഴ്സണ് ഇന്ത്യൻ ഇൻകം മോർ ദാൻ 15 lakhs ആണ് ആൻഡ് നോട്ട് മോർ ദാൻ 120 days ഇൻ ഇന്ത്യ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മോർ ദാൻ 120 days ആയാൽ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷനും ഒക്കെ ബാധകമാവും. സോ അത് പ്രകാരമായിരിക്കും വാല്യൂ ചെയ്യുക. ഒരാളെ ഇൻകം മോർ ദാൻ 15 lakhs ഉണ്ട്, ഇന്ത്യൻ ഇൻകം മോർ ദാൻ 15 lakhs ഉണ്ട്, ബട്ട് അയാളാണെങ്കിൽ 120 days ഇന്ത്യയിൽ നിന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഡീംഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവും. എപ്പോൾ? ഇഫ് സച്ച് ഇൻകം ഈസ് നോട്ട് ടാക്സബിൾ ഇൻ എനി അതർ കൺട്രി. വേറെ ഒരു രാജ്യത്തും ആ ഇന്ത്യൻ ഇൻകം 15 lakhs ടാക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇന്ത്യയിൽ ഡീംഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവും. ഇനി ഇതിനൊക്കെ റിലേറ്റ് ചെയ്ത് പുതിയൊരു എക്സ്പ്ലനേഷനും കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് 6 subsection 6. ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ്. അതിൻ്റെ മീനിങ് എന്താണെന്നാണ്. ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് മീൻസ് ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ എക്സെപ്റ്റ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഇൻ ഓർ എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള അഥവാ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻകംസും ഇൻകം ഫ്രം ഫോറിൻ സോഴ്സസ് ആണ്. എന്നാൽ പുറത്തുള്ളൊരു ബിസിനസ്, ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ആ ഇൻകം എന്തല്ല, ഫോറിൻ സോഴ്സസ് അല്ല, അത് ഇന്ത്യയിലുള്ള ഇൻകമായിട്ട് തന്നെ പരിഗണിക്കും. ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്. ബേസിക് കോൺസെപ്റ്റ്സിൽ ഇത്ര അമെൻമെൻറ്റ് ഉള്ളൂ. പിന്നെ ഉള്ളതൊരു പുതിയ ടാക്സ് റേറ്റ് സ്കീമാണുള്ളത് 115 BSc. അത് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കിനി അടുത്ത ഹെഡിലേക്ക് മൂവ് ചെയ്യാം, ദാറ്റ് ഈസ് സാലറി. സോ രണ്ടാമത്തെ അമെൻമെൻറ്റ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF. ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ്. എംപ്ലോയേഴ്സ്, എംപ്ലോയർ കോൺട്രിബ്യൂഷനിലാണ് ഈ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. സെക്ഷൻ 17 subsection 2 clause 7. നമുക്കെല്ലാവർക്കും അറിയാം സെക്ഷൻ 17 ഡീൽ ചെയ്യുന്നത് പെർക്യൂസിറ്റ്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. പെർക്യൂസിറ്റ് ഏതൊക്കെയാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 17. അതിലാണ് PF ഒക്കെ വരുന്നത്. PF ഒക്കെ പെർക്യൂസിറ്റ് ആയിട്ട് വരുന്നതാണ്. സോ ദ എമൗണ്ട് ഓർ ദ അഗ്രിഗേറ്റ് എമൗണ്ട്സ് ഓഫ് എനി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു ദ അക്കൗണ്ട് ഓഫ് ദി അസസി ബൈ ദ എംപ്ലോയർ ഇൻ എ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്സ് ഓർ ഇൻ ദ സ്കീം റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 80 CCD ആൻഡ് ഇൻ ആൻ അപ്രൂവ്ഡ് സൂപ്പറാനേഷൻ ഫണ്ട്. ഈ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആൻഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ, ഇത്രയും ഈ 3 ഫണ്ടിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ദ എക്സ്റ്റെൻഡ് ഇറ്റ് എക്സീഡ്സ് 7,50,000 rupees ഇൻ എ പ്രീവിയസ് ഇയർ. ഒരു പ്രീവിയസ് ഇയറിൽ 7,50,000 കൂടുതൽ ഈ 3 ഫണ്ടിലേക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെർക്യൂസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. പുതിയൊരു ലിമിറ്റ് കൊണ്ടുവന്നാണ് 7,50,000 ലിമിറ്റ്. നെക്സ്റ്റ് 7A, the annual accretion by way of interest, dividend or any other amount of similar nature during the previous year to the balance at the credit of the fund or scheme referred to in subclause 7 to the extent it relates to contribution referred to in the said subclause which is included in the total income under the said subclause in any previous year computed in such a manner as may be prescribed. സിമ്പിളായി പറഞ്ഞാൽ 7,50,000 മേലെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ആ കോൺട്രിബ്യൂഷൻ്റെ മേലെ എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ ആ ഇൻട്രസ്റ്റും എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും.
സോ അപ് ടു 7,50,000 ഇൻട്രസ്റ്റ് എന്തായിരിക്കും, ലിമിറ്റൊക്കെ അനുസരിച്ച് എക്സംഷൻ കിട്ടും. ബട്ട് മോർ ദാൻ 7,50,000 മേലെ വരുന്ന ഇൻട്രസ്റ്റും ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് റിലേറ്റ്സ് ടു കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനെ കാട്ടി എത്ര എക്സീഡ് ചെയ്യുന്നുള്ളൂ ആ എക്സീഡുമ്പോൾ മാത്രം. ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, നോട്ടിഫൈഡ് പെൻഷൻ സ്കീം, അപ്രൂവ്ഡ് സൂപ്പറാനേഷൻ ഫണ്ട്, ഇത് മൂന്നും കൂടി എത്ര വരാൻ പാടുള്ളൂ, 7,50,000 കൂടുതൽ വരികയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ദ എക്സസ് എമൗണ്ട് ഈസ് ടാക്സബിൾ ഇഫ്, ഫോർ എക്സാമ്പിൾ നോക്കാം, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF ഒരു 9 lakhs ആണെന്ന് അസ്യൂം ചെയ്യാം. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് PFന് ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടായിരിക്കും, 9 lakh ഇൻറ്റു 10%, 90,000 rupees വരും. അതിൽ ടാക്സബിൾ പെർക്യൂസിറ്റ് 9 lakh മൈനസ് 7,50,000 വരെ കുഴപ്പമില്ല, ബാക്കി 1,50,000 എന്തായിരിക്കും ടാക്സബിൾ പെർക്യൂസിറ്റ് ആണ്. ഇനി ടാക്സബിൾ ഇൻട്രസ്റ്റ് എങ്ങനെ, ടോട്ടൽ 90,000 ആണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അതിൽ 1,50,000 മാത്രമാണ് എക്സസ് എമൗണ്ട്. ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 1,50,000 എന്താണ് ടാക്സബിൾ ഇൻട്രസ്റ്റ് ആണ്. 90,000 ഇൻറ്റു 1,50,000 ഡിവൈഡ് ബൈ 9 lakhs ഈസ് ഈക്വൽ ടു 15,000 rupees. ഇതാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PFൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്. ഒരു അമെൻമെൻറ്റ് മാത്രമേ സാലറിയിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഒന്ന് വന്നിട്ടുള്ള ESOPനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അത് ഞാൻ TDSൻ്റെ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാം. 192 ആണ് സെക്ഷൻ, ലാസ്റ്റ് ആയിട്ട് അതും ഡിസ്കസ് ചെയ്യാം. സോ സാലറിയിൽ വന്നിട്ടുള്ള ഏകദേശം അമെൻമെൻറ്റ്സൊക്കെ ആയി. ഈ ഒരു അമെൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഹൗസ് പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു ഹൗസ് പ്രോപ്പർട്ടിയിൽ അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. നെക്സ്റ്റ് കം ടു ദ PGBP. ഏർലിയർ അമെൻമെൻറ്റ്സ് അപ്ലിക്കബിൾ ഫ്രം അസസ്മെൻറ്റ് ഇയർ 21-22. മുന്നേ വന്നൊരു അമെൻമെൻറ്റാണ്. ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഏതൊരു ഫിനാൻസ് ആക്റ്റിൽ വന്ന അമെൻമെൻറ്റാണ്. ബട്ട് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫ്രം നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2021-22 മുതൽ എന്തായിരിക്കും ഈ അമെൻമെൻറ്റ്സ് ഒക്കെ അപ്ലിക്കബിൾ ആവും. അങ്ങനത്തെ അമെൻമെൻറ്റ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള അഡീഷണൽ ഡിപ്രീസിയേഷൻ. സെക്ഷൻ 32 Section 1 Clause 2A. Rate of additional depreciation is 35% for an entity set up in a notified area during 1/4/2015 to 1/4/2020, that is West Bengal, Andhra Pradesh, Bihar, Telangana. Amended in Finance Act 2017. Finance Act 2017 വന്നിട്ടുള്ളൊരു അമെൻമെൻ്റ് ആണത്. ആ അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നോർമലി അഡീഷണൽ ഡിപ്രീസിയേഷൻ എത്ര റേറ്റ്, 20% ആണ് നോർമലി അഡീഷണൽ ഡിപ്രീസിയേഷൻ്റെ റേറ്റ്. എന്നാൽ ചില എൻറ്റിറ്റീസ് എവിടെ സെറ്റപ്പ് ചെയ്താൽ ഈ നോട്ടിഫൈഡ് ഏരിയ, ദാറ്റ് ഈസ് ഈ 4 സ്റ്റേറ്റ്സിൽ എവിടെയെങ്കിലും ഒരു എൻറ്റിറ്റി സെറ്റപ്പ് ചെയ്താൽ ആ എൻറ്റിറ്റിക്ക് ഈ ഒരു പീരിയഡിൽ 1/4/2015 to 1/4/2020 വരെ ഈ 20%-ന് പകരം എത്ര കിട്ടുമായിരുന്നു, 35% അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുമായിരുന്നു. അത് സോ എത്ര വരെയാണുള്ളത്, 1/4/2020. ദാറ്റ് ഈസ് വിത്ത് എഫക്റ്റ് ഫ്രം 1/4/2020 ദ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഷാൽ ബി 20% ഓൺലി ഇൻസ്റ്റെഡ് ഓഫ് 35%. ആ എക്സ്ട്രാ കിട്ടിയ ആ 35% ഏത് വരെ ഉള്ളൂ, 1/4/2020 വരെ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ 20% ആയിരിക്കും ഉണ്ടായിരിക്കുക, ലൈക്ക് അതർ നോർമൽ സ്റ്റേറ്റ്സ്. സാധാരണ പോലെ തന്നെ 20% കിട്ടും. However, an asset purchased by an entity in the above states during the previous year 2019-20 and put it use less than 180 days in that year. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസറ്റ് പുട്ടിറ്റ് യൂസ് ചെയ്തതിനനുസരിച്ചാണ് ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ മോർ ദാൻ 182 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ്, അതായത് അഡീഷണൽ ഡിപ്രീസിയേഷൻ കേസ് പറയുകയാണെങ്കിൽ ഫുൾ ഓഫ് 20% കിട്ടും. ഇനി ലെസ് ദാൻ 182 ഡേയ്സ് ആണെങ്കിൽ 10% ആയിരുന്നു കിട്ടിയിരുന്നത്. അതേപോലെ ഈ 35%-ന് 17.5 ആയിട്ടും സെഗ്രിഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ, അതായത് പ്രീവിയസ് ഇയർ 19-20 നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിൽ ഒരു അസറ്റ് വാങ്ങിച്ച് ഏത് വരെ വാങ്ങിക്കാം, 1/4/2020 വരെ വാങ്ങിക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ 19-20 ഒരു അസറ്റ് വാങ്ങിച്ചിരുന്നു. ആ അസറ്റ് പുട്ടിറ്റ് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ അവിടെ 17.5 മാത്രമേ എന്തിട്ടുണ്ടാവുള്ളൂ, ക്ലെയിം ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാലൻസ് 17.5 എവിടെ ക്ലെയിം ചെയ്യാം, ഈ പ്രീവിയസ് ഇയറിൽ ക്ലെയിം ചെയ്യാം. ഇനി മുതൽ ഒരു അസറ്റ് വാങ്ങിച്ചാൽ, അതായത് 1/4/2020 ശേഷം ഒരു അസറ്റ് വാങ്ങിച്ചാൽ അതിന് ഇനി മുതൽ ഈ 35% ഡിഡക്ഷൻ കിട്ടില്ല. ഇതാണ് അഡീഷണൽ ഡിപ്രീസിയേഷനിൽ വന്നിട്ടുള്ളൊരു അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് ഫിനാൻസ് ആക്ട് 2017 വന്നതാണ്, ബട്ട് അപ്ലിക്കബിൾ ഫ്രം അസസ്മെൻറ്റ് ഇയർ 21-22. നെക്സ്റ്റ് സെയിം പോലെ തന്നെ ഏർലിയർ അമെൻമെൻറ്റ് അപ്ലിക്കബിൾ ഫ്രം അസസ്മെൻറ്റ് ഇയർ 21-22. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂ പ്ലാന്റ് ഓർ മെഷീനറി ഇൻ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ. സെക്ഷൻ 32 AD. Any manufacturing unit in such area acquired any plant or machinery during 1/4/2015 to 31st March 2020, then 15% of cost will be allowed as deduction. That is, ഏതെങ്കിലും ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ, ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ എന്ന് 1/4/2015 to 31st March 2020, അതിൻ്റെ കോസ്റ്റിൻ്റെ 15% ഡയറക്റ്റ്ലി ഡിഡക്ഷൻ ആയിട്ട് എടുക്കാമായിരുന്നു. അതും അമെൻമെൻറ്റ് വന്നത് ഫിനാൻസ് ആക്ട് 2017 സോ ഈ അമെൻമെൻറ്റ് എപ്പോൾ തീരും, 31/3/2020 മുതൽ തീരും. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഡിഡക്ഷൻ അവൈലബിൾ വിത്ത് എഫക്ട് ഫ്രം 1/4/2020.
സോ ഫ്രം പ്രീവിയസ് ഇയർ 2020-21 നമ്മുടെ പ്രീവിയസ് ഇയർ അത് മുതൽ ദർ ഇസ് നോ 32 AD. നെക്സ്റ്റ് 100% ഇൻസ്റ്റെഡ് ഓഫ് 150%. ഒരുപാട് ഡിഡക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് PGBPയിൽ. കോസ്റ്റിൻ്റെ 150% ഡിഡക്ഷൻ കിട്ടും. അതിൽ മെയിനായിട്ടുള്ള ഒരാളായിരുന്നു സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ചിൽ പല എക്സ്പെൻസിനും 100% അല്ല കിട്ടും, 150% കിട്ടിയിരുന്നു. അതായത് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ എ കമ്പനി എൻഗേജർ ഇൻ ബയോടെക്നോളജി ഓർ അപ്രൂവ്ഡ് ഇൻ ഹൗസ് റിസർച്ച്, കോൺട്രിബ്യൂഷൻ ബൈ നാഷണൽ ലബോറട്ടറി യൂണിവേഴ്സിറ്റി IIT, കോൺട്രിബ്യൂഷൻ ബൈ എ നോട്ടിഫൈഡ് റിസർച്ച് അസോസിയേഷൻ, അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി എക്സെട്ര. ഈ ഐറ്റംസിലേക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ചിലവാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുക ചെയ്താൽ കോൺട്രിബ്യൂഷൻ നടത്തിയതിന് 150% ഡിഡക്ഷൻ ആയിട്ട് കിട്ടിയിരുന്നു. ഇനി ആ 150% എന്ന കോൺസെപ്റ്റ് ഇല്ല, എല്ലാത്തിനും 100%. എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ എത്രയാണ് എക്സ്പെൻഡിച്ചർ വന്നത് അതിന് 100% മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് 35 CCC, എക്സ്പെൻഡിച്ചർ ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് 35 CCD. ഇതൊക്കെ 150% ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇനി അതൊക്കെ 100% മാത്രമേ കിട്ടത്തുള്ളൂ. ഇതും ഒരു ഏർലിയർ അമെൻമെൻ്റ് ആണ്, അപ്ലിക്കബിൾ ഫ്രം അസസ്മെൻറ്റ് 21-22. സോ നെക്സ്റ്റ് വൺ, എക്സ്പെൻഡിച്ചർ ഓൺ സ്പെസിഫൈഡ് ബിസിനസ്. ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു സെക്ഷനാണ് 35 AD സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ. 35 ADയിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ, കാരണം പ്രോബ്ലം വൈസിലല്ല ഈ അമെൻമെൻ്റ് ഉള്ളത്. സോ നമുക്ക് നോക്കാം. ഇൻ സബ്സെക്ഷൻ 1 ഫോർ ദ വേർഡ്സ് ആൻ അസസി ഷാൾ, ദ വേർഡ്സ് ആൻ അസസി ഷാൾ ഇഫ് ഹി ഓപ്റ്റ്സ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ദാറ്റ് ഈസ് ഒരു വേർഡ് ഉണ്ടായിരുന്നു ആൻ അസസി ഷാൾ. ആ വേർഡ് ആൻ അസസി ഷാൾ ഇഫ് ഹി ഹോപ്സ് എന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്താണ് ഇഫ് ഹി ഓപ്സ്. ദാറ്റ് മീൻസ് ഓപ്ഷണൽ. ഇനി മുതൽ 35 എന്താണ്? ഓപ്ഷണലാണ്. ഫ്രം അസസ്മെൻറ്റ് 21-22 ഓൺവേർഡ്സ് 35 AD ഈസ് ഓപ്ഷണൽ. മുന്നേ കമ്പൽസറി ആയിട്ട് സ്പെസിഫൈഡ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ കമ്പൽസറി ആയിട്ട് 35 AD ഡിഡക്ഷൻ എടുക്കണമായിരുന്നു. 35 AD ഡിഡക്ഷൻ മീൻസ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ 100% ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഇനി മുതൽ അത് കമ്പൽസറി ആയിരുന്നു, ഇനി മുതൽ എന്താണ്? ഓപ്ഷണലാണ്. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. ഇൻ സബ്സെക്ഷൻ 4 ആഫ്റ്റർ ദ വേർഡ്സ് ഇൻ എനി അതർ പ്രീവിയസ് ഇയർ, ദ വേർഡ് ഇഫ് ദ ഡിഡക്ഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ഓർ ഒബ്റ്റഡ് ബൈ ദ അസസി ആൻഡ് അലൗഡ് ടു ഹിം അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ ബി ഇൻസേർട്ടഡ്. ഇൻസേർഷൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിരുന്നു, ഈ വേർഡ് മാറ്റി പുതിയ വേർഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ വേർഡിന് ശേഷം പുതിയൊരു വേർഡും കൂടി ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇഫ് 35 AD ഈസ് ഓപ്റ്റഡ്. ഇയാളൊരു 35 AD ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ അണ്ടർ ദിസ് സെക്ഷൻ ഇൻ എനി അതർ പ്രീവിയസ് ഇയർ. ഈ ഡിഡക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പെൻഡിച്ചർ പോലും വേറെ ഒരു പ്രീവിയസ് ഇയറിലും കിട്ടില്ലായിരുന്നു. ഇവിടെ ഇൻ എനി അതർ പ്രീവിയസ് ഇയർ എന്നുള്ള വേർഡിന് ശേഷം പുതിയൊരു വേർഡും കൂടി ഇൻസേർട്ട് ചെയ്തു. ഇൻ എനി അതർ പ്രീവിയസ് ഇയർ ഇഫ് ദ ഡിഡക്ഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ഓർ ഒബ്റ്റഡ് ബൈ ദ അസസി ആൻഡ് അലൗഡ് ടു ഹിം അണ്ടർ ദിസ് സെക്ഷൻ. ഇനി മുതൽ 35 എന്താണ്? ഓപ്ഷണലാണ്. സോ അയാൾ ഓപ്റ്റ് ചെയ്താൽ മാത്രമേ ഇനി മുതൽ എന്ത് കിട്ടാതിരിക്കുള്ളൂ? ഡിഡക്ഷൻ കിട്ടാതിരിക്കുള്ളൂ. ആ ഒരു വേർഡും കൂടി ഇൻസേർട്ട് ചെയ്ത് മാത്രം. ഇവിടെ ഈ ഒരു ഇൻസേർഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു അമെൻമെൻ്റ് ആണിത്. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇത് ചിലപ്പം വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ 35 ഓപ്ഷനിലാണോ അല്ല എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ, അതർ ഇലക്ട്രോണിക് മോഡ് ഓഫ് പേയ്മെൻറ്റ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള റൂളാണ് ബിസിനസ്സിൽ നിന്നും 10,000 കൂടുതൽ ക്യാഷ് പേയ്മെൻറ്റ് നടത്താൻ പാടില്ല, ക്യാഷ് പേയ്മെൻറ്റ് നടത്താൻ ഡിഡക്ഷൻ കിട്ടില്ല എന്നുള്ളത്. സോ അതിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഇതും അത്ര റെലവൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻ്റ് ഒന്നല്ല, എങ്കിലും പറയാം. ഏതൊക്കെയാണ് ഈ മോഡ് ഓഫ് പേയ്മെൻറ്റ്? റൂൾ 6BBAയിലാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ മോഡ് ഓഫ് പേയ്മെൻറ്റ് ആർക്ക് ഏതൊക്കെ സെക്ഷൻസിന് അപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് വൺ 13A പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട്. 35 AD സ്പെസിഫൈഡ് ബിസിനസ്. സ്പെസിഫൈഡ് ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് പ്ലാൻ മെഷീനറി വാങ്ങുമ്പോൾ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. 40 ഇയറിന് ഡിസലവൻസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്പെൻസ് ക്യാഷ് ആയിട്ട് 10,000 കൂടുതൽ പേ ചെയ്യാൻ പാടില്ല. 43 ഡെഫിനിഷൻ ടു PGBP ആണ്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ ഡെഫിനിഷനിലൊക്കെ പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് അസറ്റിൽ ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യില്ല. സോ കോസ്റ്റ് ഓഫ് അസറ്റ് റെഡ്യൂസ് ചെയ്താൽ എന്താ പ്രശ്നം? ഡിപ്രീസിയേഷൻ ആൾസോ റെഡ്യൂസ്ഡ്. ഈ 43CA, അതേപോലെ 44AD, 50C, അങ്ങനെ ഒരുപാട് സെക്ഷൻസ്. ഈ സെക്ഷൻസിനൊക്കെ എന്ത് അപ്ലിക്കബിൾ ആണ്? ഇലക്ട്രോണിക് മോഡ് ഓഫ് പേയ്മെൻറ്റ് അപ്ലിക്കബിൾ ആണ്. ഇനി ഇതിലൊന്ന് അമെൻമെൻറ്റ് നോക്കാം. ദ ഫോളോയിങ് ഷാൾ ബി ദ അതർ ഇലക്ട്രോണിക് മോഡ്സ്. നോർമലി ഒരുപാട് ഇലക്ട്രോണിക് മോഡ്സ് റെഫർ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ പുതിയൊരു കുറച്ചും കൂടി ഇൻസേർഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് മോഡ് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഡിജിറ്റൽ ഇന്ത്യ. സോ അതിൻ്റെ ഭാഗമായിട്ട് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, IMPS, UPS, RTGS, നെഫ്റ്റ്, BIM ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ ഇൻസേർഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ പേ ചെയ്താൽ എന്തായിട്ട് പരിഗണിക്കും? ഇലക്ട്രോണിക് മോഡായിട്ട് പരിഗണിക്കും. ഇതും അത്ര റെലവൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻ്റ് ഒന്നല്ല, എങ്ങാനും ക്വസ്റ്റ്യൻ വന്നാൽ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ടാക്സ് ഓഡിറ്റ്. 44AB ടാക്സ് ഓഡിറ്റിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള 2 അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദ ഫോളോയിങ് പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ഗെറ്റ് ദെയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ പ്രാക്ടീസിംഗ് CA on or before the specified date, which shall be the date 1 month prior to the due date of filing of return of income, and then furnish by that date the prescribed audit report.
44AB ഓഡിറ്റുള്ള ഒരു അസസിനെ സംബന്ധിച്ചിടത്തോളം നോർമലി ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം 13th സെപ്റ്റംബർ ആയിരുന്നു. ഫിനാൻസ് ആക്ട് 2020 അത് എക്സ്റ്റെൻഡ് ചെയ്ത് 31st ഒക്ടോബർ ആക്കിയിട്ടുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത സെക്ഷൻ 139 അമെൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, 31st ഒക്ടോബർ ആണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഇൻകം, ന്യൂ ഡ്യൂ ഡേറ്റ് 44AB ഓഡിറ്റുള്ള അസസിക്ക്. സോ ഈ ഡ്യൂ ഡേറ്റ് എന്താക്കി 31st ഒക്ടോബർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഫിനാൻസ് ആക്ട് 2020 വരുന്നതിന് മുന്നേ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട്, അങ്ങനത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് 44AB ഉള്ള ഒരു അസസിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് തന്നെ ആയിരുന്നു ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട്സും സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം എക്സ്റ്റെൻഡ് ചെയ്ത് എന്താക്കി 31st ഒക്ടോബർ ആക്കി. സോ ഇവിടെ പുതിയൊരു സ്പെസിഫൈഡ് ഡേറ്റ് എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ആർ ബി ദ ഡേറ്റ് 1 month പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം. ഏതാണ് ഡ്യൂ ഡേറ്റ്? 31st ഒക്ടോബർ. അതിൻ്റെ 1 month പ്രയറുള്ള ഡേറ്റിലാണ് എന്ത് വരിക, ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു അമെൻമെൻറ്റ്. ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമല്ല, ഒരുപാട് റിപ്പോർട്ട് 92C ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ടുകൾ, അങ്ങനെ ഒരുപാട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിനൊക്കെ ഈ സ്പെസിഫൈഡ് ഡേറ്റ് എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ റെലവൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എവിടേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട്. ബട്ട് എല്ലാം ഒന്നും ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല. സോ നെക്സ്റ്റ് 44AB വന്ന അമെൻമെൻറ്റ്, എ പേഴ്സൺ ക്യാരിങ് ഓൺ ബിസിനസ് ഇഫ് ഹിസ് ടോട്ടൽ ഇൻ സെയിൽസ് ഓർ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസിപ്റ്റ് ഇൻ ബിസിനസ് എക്സീഡ്സ് 1 crore rupees ഇൻ ദറ്റ് പ്രീവിയസ് ഇയർ. ദാറ്റ് മീൻസ് നോർമലി 44AB ഓഡിറ്റ് ചെയ്യേണ്ട ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. 1 കോടിയിൽ കൂടുതൽ സെയിൽസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, 44AB ഓഡിറ്റ് ചെയ്താൽ മതി. ഇത് മുന്നേയുള്ള പ്രൊവിഷനാണ്. ഇതിലൊരു അമെൻമെൻറ്റ് വന്നു, ഒരു പുതിയ പ്രൊവിഷൻ ഇൻസേർട്ട് ചെയ്തു. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് എ പേഴ്സൺ ഹൂസ് aggregate of all amounts received including amount received for sales, turnover or gross receipt during the previous year in cash does not exceed 5% of the said amount. That means total cash receipt, total receiptൻ്റെ 5%-നെ കാട്ടി കൂടുതൽ ക്യാഷ് റെസിപ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും, ആൻഡ് ആണ് ക്യുമുലേറ്റീവ് കണ്ടീഷനാണ്, ആൻഡ് aggregate of all payments made including amount incurred for expenditure in cash during the previous year does not exceed 5% of said amount. ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ 5%-ആയിട്ടും കൂടുതൽ ക്യാഷ് ആയിട്ടുള്ള പേയ്മെൻറ്റ് വരുന്നില്ല എന്നെങ്കിലും ദിസ് ക്ലോസ് ഷാൾ ഹാവ് എഫക്റ്റ് ആസ് ഇഫ് ദ വേർഡ്സ് 1 crore rupees, the word 5 crore rupees ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ദാറ്റ് മീൻസ് 1 crore എന്നുള്ള ലിമിറ്റ് 5 crore ആവും. ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു അസസി, ആ അസസിൻ്റെ ടോട്ടൽ റെസിപ്റ്റിൽ 5%-ആയിട്ടും കൂടുതൽ എന്തില്ല, ക്യാഷ് റെസിപ്റ്റ് ഇല്ല. അതേപോലെ അയാളുടെ ടോട്ടൽ പേയ്മെൻറ്റിൽ 5%-ആയിട്ടും കൂടുതൽ എന്തില്ല, ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 1 കോടി എന്നുള്ള നോർമലിയുള്ള 44ABൻ്റെ ലിമിറ്റ് മാറിയിട്ട് 5 crore rupees ആയിട്ട് മാറും. ഇതാണ് 44ABയിൽ വന്ന ഒരു അമെൻമെൻറ്റ്. അപ്പോൾ 44ABയിൽ വന്ന 2 അമെൻമെൻറ്റ് ഡിസ്കസ് ചെയ്തു. ഓവറോൾ PGBPയിലുള്ള എല്ലാ അമെൻമെൻറ്റ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. PGBPയിൽ ഇത്രയും അമെൻമെൻറ്റ്സ് ആണുള്ളത്. ഇൻകം ടാക്സിൻ്റെ ഏറ്റവും കോർ ഏരിയ ആണ് PGBP എന്ന് പറഞ്ഞാൽ. സോ അതിൽ അമെൻമെൻറ്റ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ ഗെയിൻ 50C, 56 subsection 2 clause 10, 43CA. 50Cയിൽ വന്ന അമെൻമെൻ്റ് ആണ്. ഇൻ സെക്ഷൻ 50C ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഇൻ സബ്സെക്ഷൻ 1 in the third proviso for the word 5% the word 10% shall be substituted with effect from 1st day of April 2021. 5% എന്നുള്ള മാറ്റിയിട്ട് 10% ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയിരിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതേപോലെ തന്നെ നെക്സ്റ്റ് സെക്ഷൻ ആയിരുന്നു 43CA. 43CAയിലും അതുപോലെ തന്നെ 5% എന്നുള്ള വേർഡ് മാറ്റിയിട്ട് 10% ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 56 subsection 2 clause 10, 56 subsection 2 clause 10ലും അതുപോലെ തന്നെ 5% വേർഡ് മാറ്റിയിട്ട് 10% ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണിത്? പ്രൊവിഷൻ ഇല്ലുസ്ട്രേറ്റഡ്. ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മേ ബി സെയിൽ ഓഫ് ലാൻഡ്. സെയിൽ ഓഫ് ലാൻഡിൽ 1,10,000 rupees എന്തിട്ടുണ്ട്, കൺസിഡറേഷൻ ആയിട്ട് ആക്ച്വൽ കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്. അന്ന് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1,18,000 rupees. മുന്നുണ്ടായിരുന്ന പ്രൊവിഷൻ പ്രകാരം എങ്ങനെയാണ് വരാൻ നോക്കാം. ആസ് പെർ ഓൾഡ് പ്രൊവിഷൻ വാല്യൂ ടേക്കൺ ഫോർ 50C. 50Cക്ക് വേണ്ടി നമ്മളൊരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. ആ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ, ആക്ച്വൽ കൺസിഡറേഷൻ 1,10,000 ഇൻറ്റു 105%, 1,50,500. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മുടെ സ്പെസിഫൈ ചെയ്തു 1,18,000 ആണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ വാല്യൂ ടേക്കൺ ഫോർ ദ 50C. 1,80,000 is greater than 1,50,500. Therefore, full value of consideration is equal to stamp duty value ആയിരിക്കും 1,18,000. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ടേക്കൺ ഫോർ 50സിനെക്കാട്ടി കൂടുതലാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആക്കി എടുക്കേണ്ടത്. എന്നാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ടേക്കൺ ഫോർ 50സിനെക്കാട്ടി കുറവായിരുന്നെങ്കിലോ ആ സമയത്ത് ആക്ച്വൽ കൺസിഡറേഷൻ ആയിരിക്കും എന്തായിരിക്കുക, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. സോ ഇനി ഇതിൽ വന്ന അമെൻമെൻറ്റ് ആസ് പെർ ന്യൂ പ്രൊവിഷൻ ഒരു മാറ്റമില്ല. ആകെയുള്ള മാറ്റം ഈ 105 എന്നുള്ള പെർസെൻറ്റേജിൻ്റെ അവിടെ 110 എന്നായി, 110%.
സോ അതുകൊണ്ടുള്ള മാറ്റം എന്താണെന്ന് നോക്കാം. ഇതേ സെയിം എക്സാമ്പിളിൽ വാല്യൂ ടേക്കൺ ഫോർ 50C എത്ര ആവും? 1,10,000 ഇൻറ്റു 110% 1,21,000 ആയി. ആ സമയത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉള്ളത് ഇവിടെ 1,18,000 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 1,80,000 ആണ്. ആ സമയത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ്? 1,80,000 is less than 1,21,000. സോ നമുക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് ഏതെടുക്കാം? ആക്ച്വൽ സെയിൽ കൺസിഡറേഷൻ എടുക്കാം, 1,10,000. ഇതിൽ 50C ക്യാപിറ്റൽ ഗെയിനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഈ ലിമിറ്റിനെ അഥവാ 105%, 110% ഇതിനെ സേഫ് ഹാർബർ ലിമിറ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റുമായി റിലേറ്റ് ചെയ്ത് IFOസിൽ വരുന്നതാണ്. 43C PGBയിൽ വരുന്ന സെക്ഷനാണ്. ഈ സെക്ഷൻസ് എല്ലാം ഒരേ രീതിയിലുള്ള അമെൻമെൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 3 ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ തന്നെ 3 അമെൻമെൻറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, മീനിങ് ഓഫ് സെർട്ടൻ ടേംസ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ. സെക്ഷൻ 55. ക്യാപിറ്റൽ ഗെയിനിലുള്ള ഒരുപാട് ടേംസിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 55ലാണ്. ലൈക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് ടേംസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 55. അതിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ്റെ ഡെഫിനിഷൻ്റെ ഭാഗത്ത് അസറ്റ് അക്വേർഡ് ബൈ ദ അസസി ഓണർ ബിഫോർ 1/4/2001, 1/4/2001 മുന്നേ പർച്ചേസ് ചെയ്തൊരു അസറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളത് സെക്ഷൻ 55 പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ വിൽ ബി FMV ആസ് ഓൺ 1/4/2001. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരുന്നത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. അതിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഇൻ സെക്ഷൻ 55 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, in subsection 2, in clause B after subclause 2, the following shall be inserted with effect from 1st day of April 2021, namely, ഇതിലൊരു പ്രൊവിസോ ആഡ് ചെയ്തു. Provided that in case of a capital asset referred to in subclause 1 and 2 being land or building or both, land or building or both ആവണം, the fair market value of such asset as on 1st day of April 2001 for the purpose of the said subclause shall not exceed stamp duty value wherever available of such asset as on 1st day of April 2001. That means with effect from 1/4/2021, asset acquired by the assessee owner before 1/4/2001, 1/4/2001 മുന്നേ അക്വയർ ചെയ്ത അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി FMV ആസ് ഓൺ 1/4/2001 മുന്നേ ഉണ്ടായിരുന്നതിനാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ, ഓർ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആസ് ഓൺ 1/4/2001. പുതിയ ഇൻസേർഷനാണ്. 1/4/2001 സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ. ഇവിടെ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇവിടെ ഉണ്ട് ഷാൾ നോട്ട് എക്സീഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വേറെവർ അവൈലബിൾ ആണെങ്കിൽ മാത്രം. സോ അവൈലബിൾ ആണെങ്കിൽ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ, ഇതിലേതാണോ ലോവർ അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വസിഷൻ. സോ അവൈലബിൾ ആണെങ്കിൽ മാത്രം എന്തെടുത്താൽ മതി? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുത്താൽ മതി. യെസ്, അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അവൈലബിൾ ഉണ്ടെങ്കിലോ ദാറ്റ് ഈസ് FMV ആയിരിക്കും എന്ത് കോസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് ക്യാപിറ്റൽ ഗെയിനിലുള്ള അമെൻമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 2 അമെൻമെൻറ്റ്സ് മാത്രമാണ് ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് IFOS, ദ മെയിൻ അമെൻമെൻറ്റ് ഓഫ് ഫിനാൻസ് ആക്ട് 2021. ഡിവിഡൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് മസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ഡിവിഡൻഡ് എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഡിവിഡൻറ്റിൻ്റെ എൻ്റയർ പ്രൊവിഷൻസും അമെൻഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു രീതിയിലാണ് ഡിവിഡൻഡ് മൊത്തം വന്നിട്ടുള്ളത്. സോ ഈ ഡിവിഡൻറ്റിൻ്റെ അമെൻമെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ആണ് 115O, 115R, 10 സബ്സെക്ഷൻ 34, 10 സബ്സെക്ഷൻ 35, 115 BBDA. ഇത്രയും സെക്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഡിവിഡൻറ്റിൽ ഈ അമെൻമെൻറ്റ് വന്നതുകൊണ്ട് മാത്രം ഏകദേശം 19ഓളം ഏരിയാസിൽ ഇൻകം ടാക്സിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ ആദ്യം നമുക്ക് ഈ സെക്ഷൻസൊക്കെ എന്താ നോക്കാം. ഓൾഡ് പ്രൊവിഷൻസ് പ്രകാരം 115O, ടാക്സ് ഓൺ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി DDT. ഒരു കമ്പനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അവർ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവരൊരു നിശ്ചിത ശതമാനം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ DDT അടക്കണമായിരുന്നു ആദ്യം. അതേപോലെ 115R എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം ഓഫ് യൂണിറ്റ് ഹോൾഡേഴ്സ്. ഇതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അവരെ യൂണിറ്റ് ഹോൾഡേഴ്സിന് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ DDT കട്ട് ചെയ്യണമായിരുന്നു. ഇനി 10 സബ്സെക്ഷൻ 34 എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഓഫ് ഡിവിഡൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡർ. കമ്പനി DDT കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ കയ്യിൽ ആ ഡിവിഡൻഡ് എന്തായിരുന്നു? എക്സംപ്റ്റഡ് ആയിരുന്നു. ആ എക്സംഷൻ കൊടുക്കുന്ന സെക്ഷൻ ആയിരുന്നു 10 സബ്സെക്ഷൻ 34. ഇനി 10 സബ്സെക്ഷൻ 35 എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർ DDT കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ ആ ഇൻകം എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇനി 115 BBDA, ഇവിടെ ഓൾറെഡി ഒരു ഡിവിഡൻഡ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി, ഒരു ഡൊമസ്റ്റിക് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ് ടു 10 lakh എന്താണ്? അത് എക്സംപ്റ്റഡ് ആണ്. ബട്ട് എക്സസ് ഓഫ് 10 lakh 10% റേറ്റിൽ 115 BBDA പ്രകാരം ഡിവിഡൻഡ് ടാക്സബിൾ ആയിരുന്നു. ദെർഫോർ എ ഡിവിഡൻഡ് ഈസ് ടാക്സ്ഡ് 3 times അറ്റ് ഓൾ. ഇത് ഫുള്ള് നോക്കുകയാണെങ്കിൽ ഒരു ഡിവിഡൻഡ് 3 times ഇത് മുന്നേ വരെ ടാക്സ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് കമ്പനി പേയിങ് ടാക്സ് ഓൺ പ്രോഫിറ്റ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പെൻസ് ആക്കി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ അത് കമ്പനിയുടെ പ്രോഫിറ്റ് എന്നാണ് എന്ത് ചെയ്യുക? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക.
ആ പ്രോഫിറ്റിന് ഓൾറെഡി കമ്പനി എന്ത് കൊടുത്തിട്ടുണ്ടാവും, ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 1 ടൈമായി. ഇനി കമ്പനി ആൾസോ പേ ഇൻ DDT. ഇനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെയും കമ്പനി എന്ത് ചെയ്യും, പിന്നെയും കമ്പനി ടാക്സ് കൊടുക്കും. സോ രണ്ടാമത്തെ ടൈമായി. ഇനി ഷെയർ ഹോൾഡേഴ്സ് പേയിങ് ടാക്സ് ഓൺ ഡിവിഡൻഡ്. ഇനി കിട്ടിയ ഡിവിഡൻഡ് 10 lakhs എക്സ്റ്റെൻഡ് ചെയ്താലോ ഷെയർ ഹോൾഡേഴ്സ് പിന്നെയും ടാക്സ് കൊടുക്കണം. 3 ടൈംസ് ആയിട്ട് മിക്കവാറും ഡിവിഡൻഡ് ടാക്സ് ചെയ്യലുണ്ട്. സോ അത് ഒഴിവാക്കാന്നുള്ള രീതിയിൽ പുതിയ പ്രൊവിഷൻസ് വന്നു. എൻറ്റയർ കോൺസെപ്റ്റ് ഹാസ് ബീൻ റിവൈസ്ഡ്. Now the entire concept is amended. In section 115 of the Income Tax Act, in subsection 1, after the words, figures and letters, on or after the first day of April 2003, the words, figures and letters, but on or before the 31st day of March 2020 shall be inserted with effect from first day of April 2021. That means 115 ഡിവിഡൻഡ് ടാക്സേഷൻ എന്ന് മുതലാണ് അപ്ലിക്കബിൾ ആയിരുന്നത്, ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ 2003 മുതലായിരുന്നു വന്നിരുന്നത്. അതിനുശേഷം പുതിയൊരു വേർഡ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്തു, ബട്ട് ഓൺ ഓർ ബിഫോർ 31st day of March 2020 എന്ന് വെച്ചാൽ മാർച്ച് 2020 ശേഷം ഡിക്ലെയർ ചെയ്ത ഒരു ഡിവിഡൻഡ് എന്ത് അപ്ലിക്കബിൾ ആവില്ല, 115 അപ്ലിക്കബിൾ ആവില്ല. ദാറ്റ് ഈസ് DDT അപ്ലിക്കബിൾ ആവില്ല. അതുപോലെ തന്നെ 115 ഇതേപോലെ തന്നെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 31st day of March 2020 ശേഷം എന്തില്ല, 115 ഇല്ല. ദാറ്റ് ഈസ് നോൺ DDT ആഫ്റ്റർ 31st March 2020. ഈ 10 subsection 34 അമെൻമെൻറ്റ് വന്നു. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ക്ലോസ് ഷാൾ അപ്ലൈ ടു എനി ഇൻകം by way of dividend received on or after first day of April 2020 other than dividend on which tax under section 115O and section 115 BBDA wherever applicable has been paid. 115O ഓൾറെഡി ഒഴിവാക്കി. ദാറ്റ് ഈസ് ഇനി മുതൽ DDT ആര് പേ ചെയ്യേണ്ട, കമ്പനി പേ ചെയ്യേണ്ട. അപ്പോൾ ഓൾറെഡി കമ്പനി ടാക്സ് പേ ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ ആര് ടാക്സ് പേ ചെയ്യണം, ഷെയർ ഹോൾഡർ പേ ചെയ്യണം. അപ്പോൾ ഷെയർ ഹോൾഡർ എക്സംഷൻ എന്ത് ചെയ്തു, വിഡ്രോൺ ചെയ്തു. അതുപോലെ തന്നെ 10 subsection 35 വിഡ്രോൺ ചെയ്തിട്ടുണ്ട്. വിഡ്രോവൽ ഓഫ് എക്സംഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹോൾഡേഴ്സ്. ഹോൾഡേഴ്സിന് കയ്യിൽ ഇനി എന്തല്ല, ആ എക്സംഷൻ ഇല്ല, എക്സംഷൻ ഒഴിവാക്കി. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് 115 BBDA ആൾസോ വിഡ്രോൺ. ഇനി 115 BBDA ഇല്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഡിവിഡൻഡ് ടാക്സ് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 194 എന്നുള്ള TDS നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രകാരം ഇനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ TDS കട്ട് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡറുടെ കയ്യിലാണ് ഇനി എന്ത് ചെയ്യുക, ഡിവിഡൻഡ് ടാക്സ് ചെയ്യുക. ആ ഒരു പ്രൊവിഷൻ മാത്രമേ ഇനി ഡിവിഡൻഡ് കേസിലുള്ളൂ. അത് 194 ഡിസ്കസ് ചെയ്യുമ്പോൾ TDSൻ്റെ സെക്ഷനിൽ ഞാൻ പറയാം. ഇനി ഇതിലുള്ളൊരു സ്മോൾ എക്സെപ്ഷൻ, ഈ ഫുൾ അമെൻമെൻറ്റ്സിന് ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ ഡൊമസ്റ്റിക് കമ്പനി ബിഫോർ 1/4/2020 ആൻഡ് റിജക്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ ഡേറ്റ് സ്റ്റിൽ ദ എക്സെപ്ഷൻ അവൈലബിൾ ടു ദ ഷെയർ ഹോൾഡർ സബ്ജക്റ്റ് ടു 115 BBDA. 115 ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ബട്ട് ഓൺ ഓർ ബിഫോർ 31st day of March 2020 ആണ്. ദാറ്റ് മീൻസ് 31st March 2020 വരെ ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡിന് ഈ പ്രൊവിഷൻസ് ഒക്കെ 115 10 subsection 34 115 BBDA ഇതൊക്കെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇൻ കേസ് 31st March 2020 മുന്നേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ബട്ട് പേ ചെയ്തിട്ടില്ല, പേ ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയറിലാണെങ്കിലും അതിനൊക്കെ എന്ത് അപ്ലിക്കബിൾ ആണ്, മുന്നത്തെ പ്രൊവിഷൻസ് ഒക്കെ അപ്ലിക്കബിൾ ആയിരിക്കും. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ മുന്നേ അഡീഷണൽ ഡിപ്രീസിയേഷൻ സമയത്ത് ഒരു 17.5% ബാലൻസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ ഇനി മുതൽ എന്തെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അതൊന്നും എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ സെക്ഷൻസ് പ്രകാരം ഒന്നും ടാക്സ് ചെയ്യില്ല. പുതിയ റൂൾസ് പ്രകാരം 194 TDS കട്ട് ചെയ്യും. ഇനി ഈ ഡിവിഡൻറ്റിൻ്റെ അമെൻമെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ വന്ന വേറൊരു അമെൻമെൻറ്റാണ് ഡിഡക്ഷൻ ഫ്രം IFOs. സെക്ഷൻ 57 ഡീൽ ചെയ്യുന്നത് IFOസിൽ നിന്നും, IFOs എന്ന് വെച്ചാൽ അതർ ഇൻകംസ് ആണല്ലോ, IFOസിൽ നിന്നും എന്തൊക്കെ ഡിഡക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിലൊരു ചെറിയ അമെൻമെൻറ്റ് വന്നു. ഇൻ ക്ലോസ് 1 ഫോർ ദ വേർഡ്സ് ഫിഗേഴ്സ് ലെറ്റേഴ്സ് ഡിവിഡൻഡ് അതർ ദാൻ ഡിവിഡൻഡ് റെഫേർഡ് ടു സെക്ഷൻ 115O ദ വേർഡ് ഡിവിഡൻഡ് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. 115O DDT പേ ചെയ്ത ഡിവിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ വേർഡ് അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയിട്ട് ഡിവിഡൻസ് മാത്രമാക്കി. ദാറ്റ് മീൻസ് ഇനി എന്ത് ഡിവിഡൻഡ് കിട്ടിയാലും അതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ നോർമലി ഉണ്ടാകുന്ന ഡിവിഡൻറ്റിൻ്റെ മേലെ വരാവുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഡിവിഡൻഡ് എന്ത് ചെയ്യാം, ഇനി മുതൽ അലൗബിൾ ആണ്. ഡിവിഡൻറ്റിൻ്റെ മേലെ മുന്നേ എക്സ്പെൻസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. സോ ഇനി മുതൽ ഡിവിഡൻറ്റിൻ്റെ മേലുള്ള എക്സ്പെൻസുകളൊക്കെ എടുക്കാം. ബട്ട് ഷാൾ നോട്ട് എക്സീഡ് 20% ഓഫ് ഡിവിഡൻഡ് ഇൻകം. ഡിവിഡൻഡ് ഇൻകം എത്രയാണുള്ളത് അതിൻ്റെ 20%-നായിട്ടും കൂടുതൽ എന്ത് വരാൻ പാടില്ല, എക്സ്പെൻസ് വരാൻ പാടില്ല. ഇത്രയുമാണ് ഡിവിഡൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് വന്ന അമെൻമെൻറ്റ്. ഇനി TDSൻ്റെ ഭാഗത്ത് ഒരു അമെൻമെൻറ്റ് കൂടി ഉണ്ട്, അത് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഈ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്, ഈ ഒരു പാർട്ട് ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ ഓൾമോസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സിൽ ഇനി ബാക്കിയുള്ള 115 BSc ആണ്, അത് നെക്സ്റ്റ് വീഡിയോയിൽ വരും. അതുപോലെ തന്നെ സാലറിയിൽ ഒരു ESOPയുമായി റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ PGBP ഡിസ്കസ് ചെയ്തു, ക്യാപിറ്റൽ ഗെയിൻ ഡിസ്കസ് ചെയ്തു, IFOs ഡിസ്കസ് ചെയ്തു. 5 ഹെഡും കംപ്ലീറ്റ് ചെയ്തു. ഹൗസ് പ്രോപ്പർട്ടിയിൽ കാര്യമായ അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഇനി ഇതിൻ്റെ ബാക്കി അതർ പ്രൊവിഷൻസ് TDS, TCS, ഡിഡക്ഷൻസ്, പിന്നെ അതുപോലെ പ്രൊസീജിയർ അസസ്മെൻറ്റ് 139 റിട്ടേൺ കാര്യങ്ങൾ, പിന്നെ പെനാൽറ്റിയുമായി റിലേറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് അമെൻമെൻറ്റ്സ് ഇനി വരാണ്ട്. നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നെക്സ്റ്റ് വീഡിയോ ഒരുപാട് ലേറ്റ് ആവില്ല, മേ ബി വിത്തിൻ 3 days ഞാൻ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. കാരണം ഒരുപാട് ലാഗ് വരാൻ പാടില്ല. സോ
അടുത്ത വീഡിയോ വരെ ഇറ്റ്സ് മീ മുഹമ്മദ് സിനാൻ. ബൈ ബൈ.